നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയാതിരിക്കാൻ വയ്യ. മുൻപും അത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളും നിരത്താൻ നമുക്ക് മുൻപിലുണ്ട്. ഇതാദ്യമായിട്ടൊന്നല്ല മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നത്. പലപ്പോഴും അവിടെ പോയിട്ട് വലിയ ദുരന്തം സംഭവിച്ച കഥകളും അതുപോലെ തന്നെ ട്രോളുകളും പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി കുറച്ച് ദിവസത്തെ വിദേശയാത്രയ്ക്കായി കുടുംബസമേതം പോയിരിക്കുകയാണ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം പോകുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ യാത്ര ഇന്തോനേഷ്യയിലാണ്. ആദ്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പുറപ്പെട്ടത്. അദ്ദേഹം ഇന്തോനേഷ്യയിൽ എത്തിയതായിട്ടും വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്തോനേഷ്യയിൽ നിന്ന് കേൾക്കുന്നത് അവിടുത്തെ ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് 37 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു ദുരന്തമാണ്, പ്രകൃതി ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 1 ഡസനിലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. നദികളിൽ വെള്ളപ്പൊക്കവും പലയിടത്തും ഉരുൾപൊട്ടലുമുണ്ടായി. വെള്ളപ്പൊക്കത്തിനൊപ്പം അഗ്നിപർവ്വതത്തിന്റെ തണുത്ത ലാവയും പടർന്ന് പ്രവഹിക്കുകയായിരുന്നു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മഴയത്ത് അഗ്നിപർവ്വതത്തിന്റെ ചെരിവുകളിൽ ഒഴുകുന്ന അഗ്നിപർവ്വത പദാർത്ഥങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും മിശ്രിതമായ ലാഹാർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവാ പ്രവാഹമാണ് ദുരന്ത കാരണം. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10:30 പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലെ അഖം, തനഹ്, ദാത്താർ ജില്ലകളിലാണ് പ്രകൃതി ദുരന്തമുണ്ടായതായി സർക്കാർ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 37 പേർ കൊല്ലപ്പെടുകയും 1 ഡസനിലധികം പേരെ കാണാതാവുകയും ചെയ്തതായി അധികൃതർ ഞായറാഴ്ച അറിയിച്ചു. 100-ലധികം വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി വെളിപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച സൗത്ത് സുലാവേസിയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും വീടുകളും റോഡുകളും തകർന്ന് 15 പേർ മരിച്ചിരുന്നു. സുമാത്രയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതവും ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിലെ സജീവമായ 130 അഗ്നിപർവ്വതങ്ങളിൽ ഒന്നുമായ മറാപ്പി പർവ്വതത്തിൽ നിന്നുള്ള തണുത്ത ലാവയാണ് ശനിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ താഴേക്കൊഴുകിയത്. 2885 മീറ്റർ ഉയരമുള്ള മറാപ്പി അഗ്നിപർവ്വതം ഡിസംബറിൽ പൊട്ടിത്തെറിക്കുകയും 3000 മീറ്റർ ആകാശത്തേക്ക് ചാരപ്പുക തുപ്പുകയും ചെയ്തിരുന്നു. വാരാന്ത്യത്തിൽ ഉണ്ടായ അപ്രതീക്ഷിത സ്ഫോടനത്തിൽ പർവ്വതത്തിൽ കുടുങ്ങിയ 23 പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ യാത്ര ഇന്തോനേഷ്യയിലേക്കായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെയാണോ അതോ അവിടെ നിന്ന് വേറെ മറ്റു രാജ്യത്തിലേക്ക് പോയോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല. കാരണം ഔദ്യോഗിക യാത്രയായതിനാലാണ് എവിടെയാണ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇല്ലാത്തത്. ഏതായാലും 3 വിദേശ രാജ്യങ്ങളുടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയോ ഗവർണറെ പോലും അറിയിക്കുകയോ ചെയ്തിട്ടില്ല. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നു. വിനോദസഞ്ചാരത്തിനടുത്തേ മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര. കേരളം കൊടും ചൂടിൽ വെന്തുരുകയും അത് സഹിക്കാനാവാതെ മനുഷ്യർ പിടഞ്ഞു വീണു മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിനോദം തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാനം വിടുമ്പോൾ ഗവർണറെ അറിയിക്കണമെന്നത് ഒരു നിയമമാണ്. തനിക്ക് പകരം ആർക്കാണ് ചുമതലയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കണം. ഇതാണ് പതിറ്റാണ്ടുകളായുള്ള സംസ്ഥാനത്തിന്റെ ശീലം. 3 ദിവസം സ്ഥലത്തില്ലെങ്കിൽ പോലും ഗവർണറെ രേഖാമൂലം അറിയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. എന്നാൽ പിണറായിക്ക് ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല. തന്റെ രീതി തനിക്ക് മാത്രം സ്വന്തം എന്ന നിലയിലാണ് പിണറായിയുടെ നീക്കങ്ങൾ. CPI സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടറിക്കും ഒന്നും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവുമില്ല. ഉണ്ടെങ്കിൽ പിണറായിക്ക് ചുക്കാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ട കൊട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ചോദിക്കുന്നത്. ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യമന്ത്രി. ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും ഇടയിൽ സുതാര്യത വേണം. നിയമം ഇത് നിഷ്കർഷിക്കുന്നുമുണ്ട്. നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഭരണകാര്യങ്ങളുടെ നേതൃത്വം ആര് വഹിക്കുമെന്ന പ്രശ്നവുമുണ്ട്. മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്നത് പതിവ് രീതിയാണ്. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നാണ്. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനമായതിനാൽ അത് ആരാണ് സ്പോൺസർ ചെയ്തത്? നികുതി പണം ഉപയോഗിച്ചാണോ യാത്ര നടത്തുന്നതെന്ന് വ്യക്തമാക്കേണ്ടതില്ലേ? സ്വകാര്യ വ്യക്തിയാണ് പണം ചിലവാക്കുന്നതെങ്കിൽ അത് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുകയാണ്. സംസ്ഥാനം അതിരൂക്ഷമായ വരൾച്ച, ഉഷ്ണതരംഗം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ നേരിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മന്ത്രിയും കുടുംബവും വിദേശത്ത് ഉല്ലാസയാത്രയിലാണ്.
തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളെ പത്രക്കുറിപ്പിലൂടെ പോലും അറിയിക്കാതെ നടത്തിയ യാത്ര ഏറെ ദുരൂഹമാണ്. ഔദ്യോഗിക യാത്രയല്ലെന്ന് CPM ആവർത്തിക്കുമ്പോൾ ഇതിനൊക്കെ ആരാണ് പണം മുടക്കുന്നത് എന്ന ചോദ്യത്തോട് ഇടത് കൺവീനർ EP ജയരാജനും സംഘവും കൊഞ്ഞനും കുത്തി കാണിക്കുന്നു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരൊന്നും ഇത്തരത്തിൽ യാത്ര നടത്തിയിട്ടില്ല. സംസ്ഥാനത്ത് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇടപെടുന്നതിന് ആർക്കും ചുമതല കൈമാറിയതുമില്ല. വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് മുഖ്യമന്ത്രിയും CPMഉം സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ടാണ്. ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി സംസ്ഥാന ഭരണത്തെ നാഥനില്ല കളരിയാക്കിയ ശേഷമാണ് ഉലകം ചുറ്റു വാലിബനായി പോയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മുഖ്യമന്ത്രിക്ക് അടിയന്തര കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാനാകൂ എന്നും അതിന് വീഡിയോ കോൺഫറൻസ് സംവിധാനം ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് ന്യായീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് മാത്രമല്ല, AK ബാലനും EP ജയരാജനും MV ഗോവിന്ദനടക്കം പലതരം ന്യായീകരണങ്ങളാണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു യാത്ര പോകാനുള്ള ചെലവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള പണമുണ്ട്, എന്തിനാണ് സ്പോൺസറൊക്കെ നിങ്ങളെ അറിയിക്കുന്നത് എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെയാണ്, എന്താണ് യാത്രയുടെ പിന്നിൽ ഉദ്ദേശം ഒന്നും ഇതുവരെയായിട്ടും വ്യക്തമല്ല.